എറണാകുളത്ത് പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ഡോൺ ബോസ്കോ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഗുരുതര അനാസ്ഥയുണ്ടായതായി കുടുംബം. വടക്കൻ പറവൂർ സ്വദേശിനി കാവ്യമോളാണ് ഇക്കഴിഞ്ഞ 31-ന് മരിച്ചത്. കാവ്യയുടെ കുടുംബം ജനം ടിവിക്കൊപ്പം ചേരുകയാണ്. ഇക്കഴിഞ്ഞ 31-ാം തീയതി വൈകുന്നേരത്തോടുകൂടിയാണ് വടക്കൻ പറവൂർ സ്വദേശിനിയായിട്ടുള്ള കാവ്യമോൾ പ്രസവത്തെ തുടർന്ന് മരിച്ചത്. ഡോൺ ബോസ്കോയിലായിരുന്നു പ്രസവം. 24-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി രണ്ടാമത്തെ കുഞ്ഞിന് കാവ്യ ജന്മം നൽകി. തുടർന്ന് അമിത രക്തസ്രാവമുണ്ടായി. പിന്നീട് ഗർഭപാത്രം നീക്കം ചെയ്തു. അവിടെ വെച്ച് ഹൃദയാഘാതം സംഭവിച്ചു എന്നുള്ളതായിരുന്നു ഡോൺ ബോസ്കോ ആശുപത്രിയിലെ അധികൃതർ കുടുംബത്തോട് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ അപ്പോഴേക്കും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം അത് തകരാറിലായിരുന്നു. അങ്ങനെ 31-ാം തീയതി വൈകുന്നേരത്തോടുകൂടി കാവ്യയുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇപ്പോൾ കുടുംബം ചികിത്സാ പിഴവ് എന്നുള്ളൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. കാവ്യയുടെ കുടുംബം, അച്ഛനും ഭർത്താവ് സനീഷ്, അച്ഛൻ പ്രകാശ് എന്നിവർ നമ്മോടൊപ്പം ചേരുന്നു. എന്താ അച്ഛൻ സംഭവിച്ചത്? 23-ാം തീയതി രാവിലെ അഡ്മിറ്റായി. 24-ാം തീയതി ഉച്ചയ്ക്ക് 12:50 പ്രസവം നോർമൽ ഡെലിവറി ആയിരുന്നു. ഈ ഡെലിവറി ഈ സമയത്ത് വരെയും ഈ പ്രഗ്നൻ്റ് ആയ സമയം തുടങ്ങി ഈ കുട്ടിക്ക് യാതൊരു വിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. തലേ ദിവസവും വരെയും ഡോക്ടർ ചെക്ക് ചെയ്തു. രാവിലെ തന്നെ പ്രസവത്തിന് പോകുമ്പോഴും നടന്നു. ഒരു അസുഖമൊന്നുമില്ല, എല്ലാം നോർമലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസവത്തിലേക്ക് പോയത്. 12:50 പ്രസവിച്ചു. നോർമൽ ഡെലിവറി ആയിരുന്നു. കുട്ടി പെൺകുഞ്ഞാണെന്ന് മാത്രം പറഞ്ഞുള്ളൂ. പ്രസവം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ എന്തെങ്കിലും വിശേഷങ്ങൾ അല്ലെങ്കിൽ കുട്ടിയെ കാണിക്കാൻ അവരും തയ്യാറായിരുന്നില്ല. ഈ കാവ്യനെയും കാണിക്കാൻ തയ്യാറായിരുന്നില്ല, കാണിച്ചില്ല. അതിനുശേഷം ഞങ്ങളൊരു 12:50 കഴിഞ്ഞതിന് ശേഷം 1:30 കഴിഞ്ഞതിന് ശേഷം 12:55 പ്രശ്നം 1:30 കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ പ്രസവാറിന് തൊട്ടിപ്പുറത്താണ് ഞങ്ങൾ റൂം എടുത്തിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ ബ്ലഡിൽ കുളിച്ച് കുട്ടിയെ കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സ്ട്രക്ചറിൽ ഓടിപ്പോകുന്നതാണ് കാണും. വലിച്ചു ഓടിപ്പോയാണ് ഒരു സിസ്റ്റർമാരൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ആ വിഷയം. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് വേഗം പറയേണ്ട ബ്ലഡ് വേണമെന്ന്. ബ്ലഡ് വേണമെന്ന് ഒരു നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായി, ക്രോസ് മാച്ചിനൊക്കെ തന്നു വിട്ടേണ്ടായിരുന്നു. എങ്കിലും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇന്ന സമയത്ത് വേണമെന്ന് ബ്ലഡ് പറഞ്ഞിരുന്നില്ല. ബ്ലഡിന് പോകുന്നതിന് ആലുവ ആശുപത്രി വരെ ആലുവ ബ്ലഡ് ബാങ്ക് വരെ പോകണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് ചെയ്തു. ഞങ്ങളിപ്പോൾ കൊണ്ടുവരാമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബ്ലഡ് ഇല്ല എന്ന് അപ്പോൾ അന്നേരമാണ് പറയുന്നത്. അതായത് ഇത്രയും വലിയൊരു ആസ്പത്രിയിൽ എമർജൻസിക്ക് എടുക്കാൻ പോലും ബ്ലഡ് ഇവിടെ ഈ ഹോസ്പിറ്റലിലില്ല. അപ്പോൾ ആലുവയിൽ നിന്ന് കൊണ്ടുവന്ന് വന്നതിന് ശേഷമാണ് ഈ ബ്ലഡ് കയറ്റിയത്. അതിനിടയ്ക്ക് ഞാൻ ബ്ലഡിന് പോയി വരുമ്പോൾ ഇവിടെ യൂട്രസ് ബ്ലഡ് നിൽക്കാത്തതുകൊണ്ട് ഇവിടുത്തെ മറ്റുള്ള ഡോക്ടേഴ്സായിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഒപ്പിട്ട് കൊടുത്ത്. അത് എന്നാലും രക്ഷപ്പെടുമെന്നുള്ള പറഞ്ഞ കാരണം ഒപ്പിട്ട് കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ബ്ലഡൊക്കെ കയറ്റി സമാധാനമായിട്ട് അവിടെ ഈ തിയേറ്ററിന് മുമ്പിൽ ഇരിക്കുമ്പോൾ കുറേ ഡോക്ടേഴ്സ്മാരെല്ലാം ഓടിപ്പോയിരുന്നു. അപ്പോൾ എന്താണ് കുറേ നേരം കഴിഞ്ഞ് അവർ ഇറങ്ങിയെന്നപ്പോൾ പറഞ്ഞ് ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ BP ഒക്കെ മരുന്നുമ്മേലാണ്, BP ഒക്കെ 100-ലാണ് നിൽക്കുന്നത്. മരുന്ന് നിൽക്കുകയാണ്. എങ്കിലും നിങ്ങൾക്ക് പേടിക്കാനുള്ളതില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളാം പറഞ്ഞു. സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും ചെയ്യാമെന്ന് മോളെ രക്ഷിക്കേണ്ടത് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് വേണ്ട, ഞങ്ങളന്ന് ഇന്നലത്തിനാണ് ഇത്രയും ഡോക്ടേഴ്സില്ല, ഞങ്ങളിവിടെ നിന്നോളാം, ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ അതിന് റിസ്ക് എടുക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡോക്ടർ വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങനെ നിന്ന്. അത് കഴിഞ്ഞ് അന്നേരം ഉദ്ദേശിച്ച സമയം വീണ്ടും 5 മണിയോളമായി. വീണ്ടും ഞങ്ങൾ 6 മണി കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ചോദിച്ചു ഡോക്ടറെ ഇപ്പോൾ എങ്ങനെ എടുക്കുന്നു? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ നോർമലാണ്, ബ്ലീഡിങ് ഒക്കെ നിന്നിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഓക്സിജൻ്റെ അളവൊന്ന് നോക്കാൻ വേണ്ടി വെന്റിലേഷനിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചിരിക്കുമ്പോഴാണ് ഇവർ 7 മണിയായപ്പോൾ എന്ന് വെച്ചാൽ പറയുകയാണ് ഇവിടെ അധികം മെഡിക്കൽ ആശ്രമ മെഡിസിറ്റി ഹോസ്പിറ്റലായിട്ട് ആലോചിച്ചിട്ടൊക്കെയാണ് പറയുന്നത് തോന്നുന്നു. അപ്പോൾ അവർ പറയുകയാണ് ഇപ്പോൾ ആശ്രമ മെഡിസിറ്റിയിൽ നിന്ന് മെഡിക്കൽ ICU ഉള്ള ആംബുലൻസും ഡോക്ടർ ഉൾപ്പെടെ വരും, വെന്റിലേഷനുള്ള ഡോക്ടർ ഉൾപ്പെടെ വരും, നിങ്ങളിപ്പോൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ആ ആംബുലൻസ് വന്നത് 7 മണിക്കാണ് വിളിച്ചത്, എങ്കിലും വന്നത് 9 മണി ഇവിടെ എത്തിയപ്പോൾ. പിന്നെ അവിടെ എത്തിയപ്പോൾ ബ്ലോക്ക് ഒക്കെ കൂടി 10 മണി ആസ്റ്റർ ചെന്നപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഓർഗാൻസ് ഒക്കെ വീക്കായി ഇവിടുന്ന് പോകുമ്പോൾ തന്നെ 95% ഡെത്ത് സംഭവിച്ചതെന്നാണ് ഞങ്ങളുടെ ഇത്. അത് ഈ ആസ്പത്രിക്കാരുടെ അനാസ്ഥയാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ ആസ്പത്രിയെ പറ്റി ഇരിക്കുമ്പോൾ പല പരാതികളും ഉണ്ടെന്നുണ്ടെങ്കിലും വരുന്നുണ്ട് പലരുടെയും. ഇതിന് ശേഷമാണ് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നത് ഈ ആസ്പത്രിയിൽ എന്തിന് പോയതാണ്. ഈ ആസ്പത്രിയിൽ പരാതികൾ പല മാത്രമേ ഉള്ളൂ, പൈസ വാങ്ങാൻ മാത്രമേ ഉള്ളൂ, ചികിത്സ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഞങ്ങൾക്കപ്പോൾ ഇതിന് ശേഷമാണ് എല്ലാവരും പറയുന്നത്. ഞങ്ങൾ ചെന്ന് പെട്ടുപോയി, ഞങ്ങളുടെ മകളും പോയി, ഞങ്ങൾക്കിപ്പോൾ ഒരു വലിയ ബാധ്യതയിലേക്കാണ് പോയേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ലൊരു പൈസ വന്ന് അത്
നാട്ടുകാരും എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. കുറേ പൈസ കൊടുക്കാനുണ്ട് അവിടെ. ആശുപത്രിക്കാരെന്തെങ്കിലും പറഞ്ഞോ? ഏത് ആശുപത്രിക്കാർ? ഈ ഡോൺ ബോസ്കോയിലെ ആൾക്കാരെന്തെങ്കിലും ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ അവിടെ ഇനി പൈസ കൊടുക്കാണ്ടെന്ന് അറിയില്ല. അവിടെ ഞങ്ങളോട് കുട്ടിയെ പേര് വെട്ടി പോരുമ്പോൾ ഏതാണ്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ പൈസ മോളെ രക്ഷിച്ച് മോളുടെ അത് കഴിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ പേര് വെട്ടി വിടുകയാണ് ചെയ്യുന്നത്. വേറെ ഒന്നും പൈസയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അവർ. സനീഷ്, ഈ ഗുരുതരാവസ്ഥ, കാവ്യയുടെ ഗുരുതരാവസ്ഥ ആശുപത്രി അധികൃതർ അറിയിച്ചില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ പരാതി എന്ന് പറയുന്നത്. സനീഷിനോട് അവരൊന്നും പറഞ്ഞിരുന്നില്ലേ? ഇല്ല, നമ്മൾ പല പ്രാവശ്യം കയറി നമ്മൾ ബെല്ലടിക്കുമല്ലോ നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. അവരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ. എന്നിട്ട് ഞങ്ങൾ ഇടിച്ച് കയറി ചോദിക്കുകയാണ്. 2-3 പ്രാവശ്യം ഞങ്ങൾ ചോദിച്ച് ഇവിടെ ഞങ്ങൾ മാറ്റണം. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഓക്കെയാണെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ വേറെ ഒന്നും ചിന്തിക്കണില്ലല്ലോ. അങ്ങനെ സമയം വൈകിപ്പിച്ച് 12:52 ബ്ലീഡിങ് തുടങ്ങിയ ആൾ 9:30 വരെ അവരവിടെ വെച്ചുകൊണ്ടിരുന്നു. കൊന്നെടുത്തു. ഇത്ര പറയാനോ. അതായത് കാവ്യയുടെ ഗുരുതരാവസ്ഥ ബന്ധുക്കളെ അറിയിച്ചില്ല എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്.